ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബേക്കറി സ്റ്റൈൽ മീറ്റ് റോളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ നമുക്ക് ഈസ്റ്റ് അല്പം ചൂടുവെള്ളത്തിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർക്കാം. എന്നിട്ട് 10 മിനിറ്റ് നേരത്തേന് നമുക്കൊന്ന് വെക്കാം. അപ്പം 10 മിനിറ്റ് വെക്കുന്നതിന് മുൻപ് തന്നെ അല്പം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേന് അടച്ച് വെക്കാൻ. ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 500 ഗ്രാം ബീഫാണ്. 500 ഗ്രാം ബീഫ് കുക്കറിനകത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മീറ്റ് മസാലയും ഇട്ട് വെള്ളം ചേർക്കാതെ വേവിച്ചെടുത്തു. എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു. അത്രയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിംഗ്. ഇനി നമുക്ക് ഒരു 1.25 കപ്പ് മൈദമാവ് ഒരു പാത്രത്തിലേക്ക് ചേർക്കാം. ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പം നമുക്കിവിടെ നമ്മൾ 10 മിനിറ്റ് ആയിട്ട് വെച്ചിരുന്ന ഈസ്റ്റ് അതും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഇളം ചൂടുവെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് ഇളക്കാം. കുറച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ. അപ്പോൾ ആദ്യമേ നമുക്ക് മാവ് നനയുന്ന രീതിയിൽ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴയ്ക്കാം. അപ്പോൾ നമ്മൾ മാവൊക്കെ കുഴച്ച് പാകമാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഒരു മാക്സിമം ഒരു 2 മണിക്കൂർ നേരത്തേന് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കാം. അത് ഓരോ ഈസ്റ്റിൻ്റെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ മാവാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തക്കാളിക്കയും അല്പം ഇഞ്ചിയും കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ഇത്ര സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു അല്പം എണ്ണ ഒഴിക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് എണ്ണ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എന്നിട്ട് ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മീറ്റ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടാം. അപ്പം നമ്മുടെ മാവൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കൗണ്ടറിൽ ശകലം മൈദമാവ് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്ക് പറ്റുന്ന പോലെ പരത്തിയെടുക്കാം.
എല്ലാ സൈഡിലും ഒരേ കനമുള്ള രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ നമ്മൾ മാവെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ച് അത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നല്ലതായിട്ടൊന്ന് ബീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിനുള്ള ബ്രെഡ് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ലെയറാക്കി വെച്ചിരിക്കുന്ന ഈ മീറ്റ് റോളിൻ്റെ ഈ ബാറ്ററിൽ നമുക്കൊന്ന് മുട്ടയ്ക്കകത്തൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പാത്രം ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരെണ്ണം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മീറ്റ് റോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉറപ്പായിട്ട് ഇഷ്ടമാകും. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ നിൽക്കാനും മറക്കരുത്. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.